നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോജിൽ തോമസ്. പ്രധാന വാർത്തകൾ. തൃശൂർ അതിരൂപതയുടെ വലിയടയന്റെ ജന്മദിനം ആഘോഷിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേന്ദ്ര സമിതി മീറ്റിംഗ് നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച KTSM PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടത്തി. വാർഷികാഘോഷവുമായി മുണ്ടത്തിക്കോട് മാതൃവേദി. വാർത്തകൾ വിശദമായി. ബോണത്താലയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകി തൃശൂർ അതിരൂപത. തൃശൂർ അതിരൂപതയിൽ നിന്നും ബോണത്താലയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയ അതിർത്തിയിൽപ്പെട്ട ഹൈന്ദവ വിധവയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി. മുണ്ടത്തിക്കോട് കോട്ടപ്പുറത്ത് വീട്ടിൽ ജയ എന്ന വിധവയ്ക്കാണ് അതിരൂപത വീട് നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ച തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. അതിരൂപത ഇടവക പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. അന്നേ ദിവസം ജന്മദിനം ആഘോഷിച്ച മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, കൈക്കാരന്മാർ എന്നിവർ ജന്മദിനാശംസകൾ അർപ്പിക്കുകയും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കേന്ദ്ര സമിതി മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ. ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്നൊരുക്കുന്നതിന് തീരുമാനിച്ചു. കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നോമ്പ് വിടുന്നതിനുള്ള ബീഫ് കറി തയ്യാറാക്കുന്നതാണ്. എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിന് ആവശ്യമായ മരക്കുരിശുകൾ വാങ്ങുന്നതിന് 30 രൂപ കൊടുത്ത് യൂണിറ്റ് പ്രസിഡന്റിന്റെ കയ്യിൽ എല്ലാവരും പേരുകൾ നൽകേണ്ടതാണ്. ധ്യാനത്തിന് വരുന്ന അച്ഛന്മാർക്കുള്ള ഭക്ഷണം 14 യൂണിറ്റുകൾ സഹകരിച്ചു നൽകാമെന്നും തീരുമാനമായി. കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. വികാരി അച്ഛൻ അധ്യക്ഷനായ മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ. മതബോധന ദിനം ജനുവരി 3 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 6 മണി മുതൽ 9 മണി വരെ നടത്താമെന്ന് തീരുമാനിച്ചു. ഫൊറോന തലത്തിൽ മത്സരിച്ച എല്ലാ പ്രോഗ്രാമുകളും മതബോധന ദിനത്തിൽ അവതരിപ്പിക്കേണ്ടതാണ്. കൂടാതെ LP, UP, ഹൈസ്കൂൾ, HSS, ACC എന്നീ 4 വിഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ പ്രോഗ്രാം നടത്താനും തീരുമാനിച്ചു. അധ്യാപകരും PTA മെമ്പേഴ്സും ചേർന്ന് പരിപാടികൾ അവതരിപ്പിക്കാം എന്നും തീരുമാനമായിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം നൽകുന്നതായിരിക്കും. അദിലാബാദ് മരിയാറാണി ദേവാലയ നിർമ്മാണ സഹായം നൽകി മുണ്ടത്തിക്കോട് ഇടവക. ദേവാലയ നിർമ്മാണത്തിന് സഹകരിച്ച എല്ലാ ഇടവകാംഗങ്ങൾക്കും വികാരിയച്ഛൻ പ്രത്യേക നന്ദി പറയുന്നു. മുണ്ടത്തിക്കോട് മാതൃവേദി വാർഷിക ദിനം ആഘോഷിച്ചു. ഡിസംബർ 13 ശനിയാഴ്ച 2 മണി മുതൽ മാതൃവേദി വാർഷികാഘോഷങ്ങൾ നടത്തി. അതിരൂപത മാതൃവേദി അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ അനീഷ് കൂത്തൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായിരുന്നു. അതിരൂപത മാതൃവേദി പ്രസിഡന്റ് ശ്രീമതി ഉജ്ജ്വല ബിജു, ഫൊറോന പ്രസിഡന്റ് ശ്രീമതി ജൂലി ടിസറന്റ്, മാതൃവേദി ആനിമേറ്റർ സിസ്റ്റർ ദയ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മാതൃവേദി അമ്മമാർ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ മനോഹരമായിരുന്നു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകയിലെ തിരുകുടുംബം യൂണിറ്റ് അംഗമായ ശ്രീ ഇരുമ്പൻ ബിജു ഗിനേഷ്യസിനെ ഇടവകയുടെ അഭിനന്ദനങ്ങൾ. നിസ്വാർത്ഥ സേവനത്തിനു ശേഷം കൗൺസിലർ സ്ഥാനമൊഴിയുന്ന സെന്റ് ജോസഫ് യൂണിറ്റ് അംഗം ശ്രീമതി ജിൻസി ജോയ്സിന് ഹാർദമായ നന്ദി. കേരളത്തിലെ പ്രമുഖ മാട്രിമോണി സ്ഥാപനമായ ചാവറ മാട്രിമോണിയുടെ നവീകരിച്ച ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. മൈജി ഷോറൂമിന് സമീപത്ത് ചാവറ മാട്രിമോണിയുടെ വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. അറിയിപ്പുകൾ. ഡിസംബർ 20 ശനി രാവിലെ 6:30 മുതൽ 8:30 വരെയും ഡിസംബർ 21 ഞായർ രാവിലെ 9 മുതൽ 10:30 വരെയും നമ്മുടെ ദേവാലയത്തിൽ ക്രിസ്തുമസ് ഒരുക്ക കുമ്പസാരം ഉണ്ടായിരിക്കും. ഡിസംബർ 23 ചൊവ്വ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് കുമ്പസാരം ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 21 ഞായറാഴ്ച വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ ക്രിസ്തുമസ് ആഘോഷം ഉണ്ടായിരിക്കും. രാവിലെ 8:30 മുതൽ 9 വരെ എല്ലാ ക്ലാസ്സുകാരും രാജവീതിയിൽ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കേണ്ടതാണ്. അതാത് ക്ലാസിന്റെ ട്രീ അലങ്കരിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതാണ്. ട്രീ ഡെക്കറേഷനെ തുടർന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ്ങും അധ്യാപകരും കുട്ടികളും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഡ്രാമയും ഉണ്ടായിരിക്കും. ക്രിസ്മസിനോടനുബന്ധിച്ച് കാർഡ് മേക്കിംഗ്, സ്റ്റാർ മേക്കിംഗ് മത്സരം സംഘടിപ്പിക്കുന്നു. 21 തീയതി രാവിലെ പ്രയറിനു ശേഷം വീട്ടിൽ നിന്നും നിർമ്മിച്ച കാർഡ്, സ്റ്റാർ എന്നിവ ടീച്ചേഴ്സ് വാങ്ങുന്നതായിരിക്കും. നിബന്ധനകൾ: കാർഡ് നിവർത്തുമ്പോൾ A4 ഷീറ്റിന്റെ വലിപ്പം, സ്റ്റാർ മാക്സിമം വ്യാസം 1 മീറ്റർ. ഡിസംബർ 22 തിങ്കളാഴ്ച വെലൂർ ഫൊറോന മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് വിധവ ഏകസ്ത്ര സംഗമം സംഘടിപ്പിക്കുന്നു. എല്ലാ വിധവകളെയും ഏകസ്ഥരെയും ക്ഷണിക്കുന്നു.
സംഗമത്തിനു ശേഷം ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് സെലിബ്രേഷൻ എന്നിവയും തുടർന്ന് 5 മുതൽ 6 വരെ സുപ്രസിദ്ധ മജീഷ്യൻ സാമ്രാജ്യം അവതരിപ്പിക്കുന്ന മാജിക് ഷോയും മോട്ടിവേഷൻ ട്രെയിനർ എഡിസൺ ഫ്രാൻസ് നയിക്കുന്ന ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഇടവകാംഗങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 23 ചൊവ്വാഴ്ച സീനിയേഴ്സ് ക്രിസ്മസ് ആഘോഷിക്കുന്നു. വിൻസെന്റ് പോൾ വനിതാ വിഭാഗം സംഘടനയുടെ നേതൃത്വത്തിൽ ഡിസംബർ 23 ചൊവ്വാഴ്ച 70 വയസ്സിന് മീതെ പ്രായമായവർക്കായി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് കുമ്പസാരം, വിശുദ്ധ കുർബാന, തുടർന്ന് സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 24 രാത്രി 11:30 ക്രിസ്മസ് പാതിരാ കുർബാന ആരംഭിക്കുക. ഡിസംബർ 25 രാവിലെ 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അതിരൂപതയിൽ നിന്നുള്ള കാരുണ്യനിധി കവറുകൾ പാതിരാ കുർബാനയ്ക്ക് മധ്യേ യൂണിറ്റ് പ്രസിഡന്റുമാർ സമർപ്പിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തൃശൂർ അതിരൂപത ഡീക്കന്മാരുടെ തിരുപ്പട്ടം ഡിസംബർ 26 മുതൽ ആരംഭിക്കുന്നു. ഇടവക ജനത്തിന്റെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡിസംബർ 26 മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും. ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ദേവശബ്ദം ടീം അംഗങ്ങളായ ബ്രദർ ബാബു മുക്കാട്ടുകര, ബ്രദർ ബേബി കളത്തിൽ എന്നിവരായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 5:30 ജപമാല, 6 വിശുദ്ധ കുർബാന, തുടർന്ന് ധ്യാനം, ആരാധന, നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലുള്ള വിളക്കന്നൂർ തീർത്ഥാടനം ഡിസംബർ 26. 2025 ഡിസംബർ 26 വെള്ളിയാഴ്ച വൈകുന്നേരം 10 മണിക്ക് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും വിളക്കന്നൂർ തീർത്ഥാടനം പുറപ്പെടുന്നു. പോകാൻ ആഗ്രഹിക്കുന്നവർ ഡിസംബർ 24 മുൻപ് സീറ്റ് 1-ന് 750 രൂപ നൽകി ബുക്കിംഗ് ഉറപ്പാക്കേണ്ടതാണ്. ഇതുവഴി ലഭിക്കുന്ന ലാഭവിഹിതം മുഴുവനും നമ്മുടെ ഇടവകയിലെ ക്രിസ്തുരാജ സഹായ നിധിയിലേക്ക് ഉള്ളതായിരിക്കും. ഈ ആഴ്ചയിലെ വായനകൾ ദർശനസഭ. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.